പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടു ഞാനാണ് ഓർത്തോളൂ. ഇത് എന്റെ ദൈവമേ, സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളാണോ നിങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ടത്? ഓ താത്തയുടെ ചുരിദാർ. ഓക്കെ ഗൈസ്, ഷഫീന താത്ത സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നോട് ചോദിച്ചു ഡാനി എന്താ വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന്. ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചായിരുന്നു ഈ ഒരു വിഷയം ഞാൻ എടുക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്തിനാ വെറുതെ ഇനിയിപ്പോൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് കുറേ കൂടെ ആൾക്കാരും കൂടെ അറിയുകയൊക്കെ ചെയ്യും, വെറുതെ ആ ഒരു കോണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ വേണമെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരതുപോലെ വിവരക്കേടാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്നോട് ആ ഫ്രണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ. അതിലേക്ക് ഇവരെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടപെടുന്നത് ഒട്ടും അവർക്ക് യോജിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാതെ ഒരു ഷോർട്ട് വീഡിയോ അങ്ങ് അടിച്ചങ്ങ് പോകുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് കരുതി. എന്തായാലും അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ട ഒരു വ്യക്തി, ഏതാ ചേച്ചിയുടെ സ്ഥലം? ഈ രീതിയിലുള്ള ടോണുകൾ സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അപ്പം ദയാ സുജിത്ത് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. മഞ്ജു പിള്ള ചേച്ചിയുടെ മകളുടെ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കടന്ന് ആളിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ച്. ആ പെണ്ണ് അത്യാവശ്യം ഈ പറയുന്ന ഡിപ്ലോമ ഇൻ ഫാഷൻ സ്റ്റൈൽ ഫ്രം പോളിമോഡ ട്രിവാൻഡ്രം, അവിടേക്കാണ് പുള്ളിക്കാരി പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പൊന്ന് താത്ത, ഇതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ അത്യാവശ്യം എന്തോ ഡബിളും ട്രിപ്പിളും ഒക്കെ ഏതാണ്ടൊക്കെ PGയും കോപ്പും ഒക്കെ ഉള്ളതാണല്ലോ. നിങ്ങൾ എന്നിട്ട് യൂട്യൂബിൽ വന്നിട്ടിരുന്ന് അവരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതല്ലേ ചെയ്യുന്നേ? അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, കൊല്ലം ബീച്ചിൽ പോകണം. കൊല്ലം ബീച്ചിൽ പോയിട്ട് അവിടെ ഈ പറയുന്ന മദാമ്മമാരൊക്കെ വന്ന് ബീക്കിനൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. ഇതൊന്നും ഇവിടെ അനുവദിക്കരുതെന്നും പറഞ്ഞിട്ട് ചേച്ചി ഒരു സമരം നടത്ത്. കൊല്ലത്ത് പോയിട്ട് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ വർത്താനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തുവാ ഇതുപോലൊക്കെ നടന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരമൊക്കെ. വീട്ടിലൊരുത്തൻ ഇരിപ്പുണ്ടല്ലോ. കാണുന്നവരെല്ലാം അങ്ങനെ കൊണ്ട് ആലോചിപ്പിക്കുന്നതൊക്കെ കഥകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളും തെളിവുകളും ഒക്കെ വെച്ചങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ വട്ടത്തിയും ഇരിക്കും. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇവർ ഈ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും പൊളിച്ചെടുക്കാൻ നല്ല രീതി അറിയാം. പിന്നെ കുറെ അന്തം ഫാൻസുകാരുണ്ട്. നീയൊക്കെ വെറും മണ്ടനും മണ്ടികളാണ്. നിങ്ങൾക്കൊന്നും കഥ അറിയത്തില്ല ഇവരെക്കുറിച്ച് ഒരു ഇതും അറിയത്തില്ല. ഇവർക്ക് ഒരാളെ വിമർശിക്കാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ് ഇവർ. ഒരാളെ വിമർശിക്കാൻ പോലും ഒരു യോഗ്യത ഇല്ലാത്തൊരു സ്ത്രീയാണ്. പിന്നെ ഒരു കാര്യം, താത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്ട്രൈക്ക് അടിക്കാൻ മറക്കരുത്. താത്ത അടിക്കും. താത്തയ്ക്ക് എതിരെ ആരെങ്കിലും പറഞ്ഞ താത്തയെ അടിക്കും. കാരണം താത്തയുടെ ശീലം അങ്ങനെ. ഡാനി പണ്ട് എന്നോട് പറഞ്ഞതാ, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അങ്ങ് അടിക്കണം, സ്ട്രൈക്ക് അടിച്ച് ഇവരെയൊക്കെ അങ്ങ് പേടിപ്പിക്കണം. അയ്യോ പേടിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ അടുത്ത് വരും. പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു കാര്യത്തിലാണ്. ആ ഹെൽപ്പ് ചെയ്ത കാര്യം വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഇവർക്കെതിരെ എന്നോട് വീഡിയോ ഇടാൻ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ എടുക്കാൻ അടിക്കടാ വെച്ചേക്കരുത്. ഇപ്പം മാമനും മച്ചാനും മച്ചത്തിയും എല്ലാവരും ക്ലോസ് ആണ്. അത് അതിനേക്കാളും കോമഡി. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് പോയാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ. കാരണം ഇപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങളും ഈ അടുത്ത സമയം കൊണ്ട് പല ആൾക്കാരെ കുറിച്ച്, നമ്മുടെ അച്ഛനെ കുറിച്ച് പറയുന്നതും ആ തെളിവുകളും ഒക്കെ, എൻ്റെ ഇരിക്കുന്ന ഐറ്റം വേറെയാ. അങ്ങോട്ട് എടുത്തങ്ങ് വിളമ്പി കഴിയുമ്പോൾ നാറും. നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്നത് വേറെയാ. നിങ്ങൾ എന്താണ് എങ്ങനെയാണ് എല്ലാ A to Z കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത്. A to Z കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പല ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെ പലതും. ഞാനിപ്പോൾ അതിനെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും വിവരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിചാരിച്ചിരിക്കും അവനോട് ഞാൻ പറഞ്ഞു, അവൻ അനുസരിക്കത്തില്ല, എന്തിനാ ഇതൊക്കെ പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു അവസരം വരുമ്പോൾ കണ്ടോ താത്ത, നിങ്ങൾ പെടും. നിങ്ങൾ ശരിക്കും പെടും. നിങ്ങളിപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതിനേക്കാളും മുന്തിയ എന്തൊക്കെ പറക്കാത്ത പരിപാടി ചെയ്തവന്മാരെ വരെ പ്രൊട്ടക്റ്റ് ചെയ്ത സ്ത്രീയാണ് നിങ്ങൾ. തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ തോന്നിവാസങ്ങളും നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സറാണ്. നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറം സാധനങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പണത്തിൻ്റെ മേളിൽ പാറി നടക്കാൻ നോക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അതിനുവേണ്ടി ഇവരേതറ്റം വരെ പോകും. ഇപ്പം വേണ്ടേ ദേ വിളിച്ചിട്ട് എൻ്റെ പൊന്നി ചേച്ചി ഇന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഫ്ലാറ്റാ.
ഒന്നും പറയണ്ട. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, കൊച്ചു ഒരു തെറ്റ് ചെയ്തെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ചെറുപ്രായത്തിൽ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ. ഈ അടുത്ത സമയത്ത് അതായിരുന്നല്ലോ ചേച്ചിയുടെ ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. 3 വർഷം മുമ്പുള്ള അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടിരുന്ന് കുറയ്ക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലയോ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. 3 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഈ ഒരു കോണ്ടന്റ് എടുക്കാനുള്ള റീസൺ എന്താണ്? ഒന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിച്ച് കാണുമായിരിക്കും, വേറെ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മഞ്ജു പിള്ളക്ക് ചിലപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് കാണാം, അല്ലെങ്കിൽ മഞ്ജുവിന്റെ പേര് വന്ന് കാണാം. അപ്പൊ മഞ്ജുവിന് എങ്ങനെ കൊട്ടണം? അതും സ്വന്തം മോളെ പിടിക്കുക. ഇതാണ് ഇവരുടെ രീതി. നീ ഇവിടുത്തെ കോടതിയല്ലടി. നീ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. നീ ഇവിടുത്തെ കോടതിയല്ല. നീയും നിന്റെ കൂടെ നിൽക്കുന്ന ആരായാലും ശരി, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇവിടുത്തെ കോടതിയല്ല. നീ ഒന്നും അന്ന് ആലോചിച്ച്. ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളായിരുന്നെങ്കിൽ നീ നേരിട്ട് വന്നേനെ പല കാര്യത്തിലും. നീ ഒളിച്ചും പാത്തുമായി ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്ക് ചുണയുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റുമോ? നീ എല്ലാ ഒമ്മറെ ആണുങ്ങളുടെയൊക്കെ വീട്ടിലങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ഒമ്മറെ വീട്ടിൽ ചെന്നിട്ട് വെല്ലുവിളിക്കുന്നു, അടിക്കാനും തൊടിക്കാനും ഒക്കെ നീ പോകുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ പൊന്നു താത്തെ, ഉറപ്പാ ഒരു ദാശിന്യം ഉണ്ടാവത്തില്ല. ആ ഒരു കാര്യത്തില ഞാൻ ഉന്നി വെച്ചിരിക്കുക. ഒരു ദാശിന്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. നിങ്ങളെ കൈ കിട്ടിയാൽ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പൊന്നു മഹാറാണി, ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ. വർണ്ണിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ, വർണ്ണിച്ചാൽ ഇവിടെ ഒന്നും നിങ്ങളെക്കുറിച്ച് നിൽക്കില്ല. എടാ, എനിക്ക് നിങ്ങളോട് അറപ്പ് മാത്രമേ ഉള്ളൂ സ്ത്രീയെ. ആ ഒരു കൊച്ചിന്റെ ഡ്രസ്സിന്റെ വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഇതിന്റെ 10 ഇരട്ടി പറയാനുണ്ട്. 10 ഇരട്ടി സാധനങ്ങള്. അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു തുള്ളി അംശമില്ല ഇത്. അപ്പൊ വ്യൂവേഴ്സ് നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു തുള്ളി ഒരു അംശമില്ല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ സോഷ്യൽ മീഡിയ വന്നിട്ട് കൊണയടിക്കില്ല. ഞാനുള്ള കാര്യം പറയാലോ, അറിഞ്ഞു വെച്ചിട്ട് മനസ്സിലൊരു കാര്യം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഞാൻ പറയും എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ. പല കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വരും, പുറത്ത് വന്നിരിക്കും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രധാരണം ചെയ്താൽ പബ്ലിക് ന്യൂസൻസ് ആണ്. നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം അടിക്കാനായിട്ട്. കൈ വരുന്നതേ നമുക്ക് ചോണയുണ്ടെങ്കിൽ മഞ്ജുപിള്ളയെ വേണമെങ്കിൽ കൊണ്ടുതരാം, മുന്നിൽ നിർത്തി തരാം. ഇതിന് വേണമെങ്കിൽ ഏത് അറ്റം വരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യും. മുന്നിൽ വന്നാൽ നിനക്ക് അടിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ അടി. മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് അടിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അടി, കൊണ്ടുതരാം. പറ്റുമോ? പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഒരു വൃത്തികെട്ട പരിപാടി വന്നിരിക്കുന്നത്. കാണുന്ന എല്ലാ പെണ്ണുങ്ങളുടെ ആൾക്കാരെ എല്ലാം പ്രശ്നം പരിഹരിച്ച് കൊടുക്കുകയും ചെയ്യും, അവസരം മോനെ ആലോചിച്ച് കൊടുക്കുകയും ചെയ്യും. അത്രയും നാണം കെട്ട പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ചു വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് പാഷൻ എന്ന് പറയുന്നത്. 3 വർഷം മുമ്പ് നിന്റെ വായിൽ എന്താ പഴമാണോ ഇരുന്നത്? 3 വർഷം മുമ്പ് ഏതല്ലേ നിങ്ങൾ പഴമാണോ ഇരുന്നത്? ഞാൻ അറിയാൻ വയ്യതുകൊണ്ട് ചോദിക്കുകയായിരുന്നു. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ് ഇത്. ജനറേഷൻ ഗ്യാപ്പ് അല്ല. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം. അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉരിഞ്ഞ് കാണിക്കട്ടെ. പബ്ലിക്കിൽ ഒന്ന് ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. ഇത് കണ്ടിട്ട് കൊള്ളാല്ല, സുജിത്തിന്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജുപിള്ളയുടെ മോക്ക് അത് കാണിച്ചെങ്കിൽ പിന്നെ എനിക്കെന്ത്? അമ്മച്ചി എനിക്കൊരു ജട്ടി പാടി വാങ്ങിത്താ, ഞാൻ അതിട്ടോണ്ട് നടക്കാൻ പോണം. വീട്ടിൽ അടിയായില്ല. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ലേ? ഇവര് കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയുണ്ട് കമന്റ്സിൽ വരും. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവര് കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നോടുമാരെ നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം. അതിനകത്ത് വരുന്ന ക്രൈം അങ്ങ് അനുഭവിക്കാൻ നിൽക്കണം. ആണുങ്ങൾ മാത്രം കുറ്റം പറയും. അവന്മാര് കുഴപ്പം. ഇതല്ലേ കോലം കെട്ടല്? നീലക്കുയില്ല ആരൊക്കെ പറയുന്നതായിട്ട്. നീയൊക്കെ തുറന്നോണ്ട് വന്നാൽ അവ അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യും. തുറക്കാതെ വന്നുകൂടെ? അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കിട്ടത്തില്ലേ? സ്ലീവ്ലെസ് ഇടുന്നത് ചൂട് കാലഘട്ടങ്ങളിൽ കോട്ടൺ ഡ്രസ് ഉപയോഗിക്കും. എന്തിനാണ്? ചൂടാണ്. ശരീര സുഖമില്ലാത്ത ഒരു വണ്ണമുള്ളവരൊക്കെ കുറച്ച് സ്ലീവ്ലെസ് ഒക്കെ ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ അതിനൊരു വൾഗാരിറ്റി ഫോം ചെയ്യാതിരിക്കും. ബിക്കിനി ഇട്ടുകൊണ്ട് നീയൊക്കെ കല്യാണത്തിന് പോകും. നിന്റെ അച്ഛന്റെ ഒക്കെ 16 അടിയന്തരത്തെ നീയൊക്കെ ബിക്കിനി ഇട്ടുകൊണ്ട് നിൽക്കോ? അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞാൽ മകൾക്ക് ബ്രീഡായി, മകളങ്ങ് ഇറങ്ങായി. ഈ കോലോ കെട്ടിക്കൊണ്ട് നടന്ന പബ്ലിക് ന്യൂസൻസിന് കേസ് എടുപ്പിക്കുകയാണ് വേണം. മഞ്ജുപിള്ളയ്ക്ക് ഒരു അല്പമെങ്കിലും അഭിമാനം മുതൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കും. നീ തിരുവനന്തപുരംകാരിയല്ലേ? ഈ തിരുവനന്തപുരത്ത് എന്റെ ചരിത്രം എടുത്ത് നോക്ക്. ഇവിടെ തന്നെ എത്രയോ ലഹളകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. എത്രയോ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തവരാണ്. ഇന്നത്തെ നമ്മൾ ഈ 70-80കളിലുള്ള പെണ്ണുങ്ങളോട് ചോദിക്കുക, അവരനുഭവിച്ച ദുരിതം എന്താണെന്ന് ചോദിക്കും. യൂട്യൂബിൽ ലൈവ് പരിപാടിയുണ്ട്. ഈ പറയുന്ന നമ്മുടെ രേണുവിന്റെ വിഷയമായിരുന്നല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത്. ഇതിലെ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ വിഷയങ്ങൾ, സബ്സ്ക്രിപ്ഷന്റെ ചില കാര്യങ്ങളൊക്കെ ഞാനും സംസാരിച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷന്റെ അത് അറിയാലോ, പൈസ കൊടുത്ത് കയറുന്ന അത് കൊണ്ടുപോയി യൂട്യൂബിലിട്ട് കുറെ ഇതുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് വരുന്നില്ല, സംസാരിക്കുന്നുമില്ല. ഓക്കെ, അതൊക്കെ ഇവർ സംസാരിച്ച. ഇവിടെ യൂട്യൂബർ ആയിട്ടുള്ള ഇവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നിമിഷ എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ, പിന്നെ കുറെ അവളുമാർ രാത്രി 10 മണിക്കും 9 മണിക്കും ഒക്കെ കടന്ന് ലൈവിൽ കിടന്നിട്ട് അപരാധം കാണിക്കുന്ന കുറെ ചേച്ചിമാരുണ്ടല്ലോ. എന്തുകൊണ്ട് നീയൊക്കെ അവക്കെതിരെ സംസാരിക്കുന്നില്ല? പറ. എന്ത് മഞ്ജുപിള്ളയുടെ മോക്ക് എന്താ എത്ര പ്രത്യേകത? ഈ തുണി അഴിക്കുന്ന ഇവിടെ എന്താ പറയണ്ടേ, ഈ ദയ എന്ന് പറയുന്ന അവര് ഒരു
കോഴ്സ് ചെയ്തൊരു വ്യക്തിയാണ്. അവർക്ക് അത്യാവശ്യം എന്താ പറയണ്ടേ, ഇപ്പം ഓൺലൈനാകുമ്പോൾ അവർ പല രീതിയിലും പല കോഴ്സും പല കാര്യങ്ങളും ഒക്കെ ചെയ്തെന്നിരിക്കും ചേച്ചി. ഇത് എൻ്റെ പൊന്നോ, ഇനി ഇത് അർത്ഥം വെച്ചിട്ട് വേറെ രീതിയിലൊന്നും വളച്ചൊടിച്ച് കമൻറ്റ് ഒന്നും ഇടല്ലേ. അത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഇല്ല. ഇവിടെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ രാത്രി ലൈവ് പരിപാടി കാണിക്കുന്നുണ്ട്. ഇവിടെ അത് ചെയ്യുന്നു, ഇത് കാണിക്കുന്നു, ആടിക്കൊടുക്കുന്നു. അതൊക്കെ സപ്പോർട്ട് ചെയ്യാനോ? എന്തുകൊണ്ട് നീയൊക്കെ അതിനു വേണ്ടി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനു വേണ്ടി സംസാരിക്കുന്നില്ല? അത് പറ. അതിനു വേണ്ടി സംസാരിക്കുന്നില്ല. അങ്ങോട്ട് പോക്കോ, ഞാനേ വരാം. അതിനു വേണ്ടി സംസാരിക്കുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കിനി തുടങ്ങാം. ഞാൻ ഇച്ചിരി ഒന്നാമത് റൂമിൽ ഇരുന്ന സീന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകട്ടാന്ന് കരുതിയിട്ടാണ്. ഒന്നാമത് അമ്മയ്ക്ക് പനിയ. ഓക്കെ, ഞാനിപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞു. അയ്യോ, എല്ലാം പോയി. ഇപ്പം അമ്മയുടെ കാര്യം പറഞ്ഞു. ഇനി എൻ്റെ അമ്മയെ വല്ലതും വന്ന് പറഞ്ഞാൽ ഉറപ്പാ ഞാൻ. അയ്യോ, ഇതെന്താണ് ഡാനി, ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത്? ഇനിയിപ്പോൾ എഡിറ്റ് ഒന്നും ചെയ്യത്തില്ല, കട്ട് ചെയ്യാനൊക്കെ സമയം എടുക്കും. അമ്മയെ വല്ലതും പറഞ്ഞാൽ വെച്ചേക്കത്തില്ല. ഞാൻ ആ കഥയൊക്കെ അങ്ങ് എടുത്തെങ്കിലും. അപ്പോൾ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിമിഷയെ പോലുള്ളവരൊക്കെ ലൈവ് വന്നിട്ട് തുണി അഴിക്കുന്നു, അങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നീയൊക്കെ അവർക്കൊക്കെ എന്തുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നില്ലടാ? നീ അത് പറ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു യൂട്യൂബറായിട്ടുള്ള നിങ്ങൾ ഈ യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ 2000-3000 ഒക്കെ പേരാണ് ലൈവ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് 1-2 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതുമാണ് നേരത്തെ. എന്തുകൊണ്ട് അതിനൊക്കെ പ്രതികരിക്കുന്നില്ല? കോണ്ടന്റ് എടുത്ത പൈസ കയറത്തില്ലല്ലേ? മോണിറ്ററി ബെനിഫിറ്റ് കിട്ടത്തില്ലല്ലേ കുട്ടാ? ഒരു പറയുമ്പോൾ മോളെ ഒരുപാട് കഥകളുണ്ട്. നിങ്ങളിവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഓരോ രീതികളും ഓരോ വൃത്തികളും. അതിപ്പോൾ പലവർക്കും മനസ്സിലാവും. നിങ്ങളോട്ട് അടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പൊന്നെ എനിക്ക് ഒരു ലിസ്റ്റ് അയച്ചെന്ന് കാണുന്നവരെല്ലാവരും കൂട്ടുവിടും, അവിടെ നിന്നെല്ലാം കടം മേടിയിട്ട് കുത്തിത്തിരിപ്പ്. ഇതൊക്കെയാണ് അമ്മച്ചിയുടെ പരിപാടി. ഫോൺ ഹിറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പാവാട ഇടാൻ പറ്റത്തില്ല മര്യാദയ്ക്ക്. എന്തെല്ലാം ക്രിറ്റിസിസം ആണെന്ന് അറിയാം. ഒറ്റയ്ക്ക് എവിടെയും പോകാനൊക്കത്തില്ല. അതിൽ നിന്നൊക്കെ മാറി മനുഷ്യന് സ്വാതന്ത്ര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇക്വാലിസം, സ്വാതന്ത്ര്യം. ഫെമിനിസം അവിടെയാണ്. ഫെമിനിസം എന്നാൽ ചുംബന സമരവും തുണി ഊരലുമല്ല. അരയും കുറയും ഇട്ടുകൊണ്ട് നടക്കുന്ന സ്വാതന്ത്ര്യത്തിനെയല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള, അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള, വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. നീയാണെന്ന് നിന്നെ അംഗീകരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സഹജീവിയാണെന്ന് അംഗീകാരം കിട്ടുന്ന സ്വാതന്ത്ര്യം, അതിന് സ്വാതന്ത്ര്യം എന്ന് പറയും. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൊതു ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയൽ ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വലിയാവേണ്ട ഓട്ടപ്പാച്ചിൽ ഈ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാര് ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ തോണ്ടൽ. ചേച്ചി കളി പോ ചേച്ചി. അവിയല്, സാമ്പാർ, പപ്പടം, തോരൻ, പുളിശ്ശേരി. ഓക്കെ, അത് ശരിയാ. എല്ലാമൊക്കെ വെച്ചുണ്ടാക്കി കഴിയുമ്പോൾ അവസാനം കഴിക്കാൻ നേരത്തെ പ്രഥമനും പഴവും കൂട്ടി ഒരു പിടി പിടിക്കുമല്ലോ. അതാണല്ലോ എൻ്റെ ഒരു ശൈലി. എന്തായാലും ആ കളിയുടെ കാര്യം പറയാനുള്ള ഒരു മനസ്സില്ലേ? എൻ്റെ പൊന്ന് കളിക്കാരി. കിട്ടാത്ത മുന്തിരി പൊളിക്കും. സത്യമായ ഞാൻ പറയുന്നില്ല, പറഞ്ഞ കോടിപ്പോവും. ഒന്നും കൂടെ ഒന്ന് കേൾക്കാം. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയൽ ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, നമുക്കൊന്ന് കളിക്കാം. ഇതിലൊക്കെ വലിയ വേണ്ട ഓട്ടപ്പാച്ചിൽ ഈ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാര് ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ. മാസ് ഡയലോഗാന്നാ വിചാരിച്ച്, അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന കൈകൾ. ഇതൊക്കെ കണ്ടിട്ടാണോ? ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് എന്താ പറയണ്ടേ, മായി നോക്കാത്തവരാരും ഇല്ല, എല്ലാവരും മായി നോക്കും. അത് പെണ്ണായാലും ആണായാലും ശരി. ഒരു ബോധമുള്ള ഒരാളും ചെയ്യുന്നൊരു പരിപാടിയല്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ എന്താ പറയുന്നത്, ഈ കാണുമ്പോൾ കയറി ആക്രാന്തം തോന്നുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഒരാളെ കണ്ട് അയാളെ കൊള്ളാം, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, നമ്മുടെ മനസ്സിൽ പറയും. നമ്മുടെയൊക്കെ ക്യാരക്ടറാണ് ഈ പറയുന്നത്. പിന്നെ ഞരമ്പ് രോഗികളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങളൊക്കെ. ഞോണ്ടുന്നവനെ സ്പോട്ടിലിട്ട് പൊട്ടിക്കുക. അല്ലാതെ ഇത് കാണിച്ചിട്ടാണോ, ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടാണോ ഈ പറയുന്ന ഞോണ്ടലും ഇതൊക്കെ ഉണ്ടാകുന്നത്? എത്രയോ വിഷയങ്ങളല്ലാതെ നടപ്പുണ്ട്. ഇവർ ചുമ്മാ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് മറച്ചു വിടുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പം ഇവരെ പല കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നാളെ കുറ്റപ്പെടുത്തും. ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇവർ ഇന്ന് ഏതൊക്കെ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഇവർക്കെതിരെയാണ്. സജന ഫിറോസ് വിഷയത്തെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. സജനെ സപ്പോർട്ട് ചെയ്ത് പൂക്കുട്ടിയെ സപ്പോർട്ട് ചെയ്തതാണ്. ഞാനുള്ള കാര്യം പറയാം, പല ആൾക്കാരും പൈസ മേടിച്ചിട്ടുള്ള കുറേ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഉണ്ട്, കഥകളൊക്കെ ഒരുപാടുണ്ട് ചേച്ചി, തെളിവ് സഹിതം വെച്ചടിക്കും.
അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. ഈ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നതിനിപ്പോ ഇത് വേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കട്ടെ. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ നിന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. നീ നിന്റെ മോനെ പിടിച്ച് നിന്റെ കൂടെ ഇരുത്തണം. നിന്റെ മോനെ പിടിച്ച് കൂടെ ഇരുത്തിയിട്ട് അവനുമായിട്ട് റിവ്യൂ ചെയ്യണം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ചേച്ചി. നിന്റെ മോനെ പിടിച്ചിരുത്തിയിട്ട് മോൻ ഇത് കണ്ടിട്ട് എന്തെങ്കിലും അവന്റെ ഒരു അഭിപ്രായം ഒന്ന് എടുക്കാവോ? കൂടെ ഇരുത്തിയിട്ട് പറ, നിനക്ക് എന്ത് തോന്നടാ, നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ, നിനക്ക് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും നീ. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതേ പല വിഷയങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. ദണ്ണമുണ്ട് പല കാര്യത്തിൽ. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരുത്തിനും ആ ഒരു വിഷയത്തിൽ ഒരു മനുഷ്യർ പോലും എൻ്റെ കൂടെ നിന്നിട്ടില്ല, പല സത്യങ്ങൾ അറിഞ്ഞിട്ട് പോലും. പിന്നെ പോട്ടെ, അതുകൊണ്ട് എന്താ പറയട്ടോ, ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങ് പോവാം. ഞാൻ അത്രയ്ക്ക് ദണ്ണം ഉണ്ടെന്നാണ് ഇടി പൊടി വാടി എന്നൊക്കെ എൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. കാരണം ഇവർ പറയുന്ന ചില കാര്യങ്ങളും പറയുന്ന ചില പ്രവൃത്തികളും ഒന്നും പറയുന്നില്ല വേണേൽ എല്ലാവരും പറയും ഡാനി ഒന്നും പറയുന്നില്ല. ചിലവരെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ കണ്ടോ, ഓരോന്നോരോന്നായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുക, ഉറപ്പാണ്. വേണ്ടേ, ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, വീട്ടിലൊരാണുങ്ങളുണ്ടല്ലോ, അവന്മാരെ കൂടെ മുന്നേ നിർത്തില്ല, നിനക്കൊക്കെ എന്ത് തോന്നടാ എന്നൊന്നും അവന്മാരെ കൊണ്ട് പറയിപ്പിക്കുക. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയിപ്പിക്കുക ആദ്യം. അല്ലെ പുണ്യാളത്തി വന്നിരിക്കുന്നത് കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ടു മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. സീരിയസ്ലി ആർക്കെങ്കിലും മെനിയാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്, അവർക്ക് അതാണ് താല്പര്യം. ഞങ്ങൾക്കാർക്കും ആ താല്പര്യം. ഞങ്ങളുടെയൊക്കെ ദേഹത്ത് മറ്റൊരു പുരുഷൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കമന്റുകൾക്ക് മിക്ക വ്ളോഗേഴ്സും എടുത്തു വെച്ച് ബുദ്ധിമുട്ട് പറയുന്നത്? കമന്റ് കാണുമ്പോൾ എന്തുകൊണ്ട് ചിന്തിക്കത്തില്ല ബ്ലോഗേഴ്സ് ബുദ്ധിമുട്ട് പറയും. കളിക്കാന്ന് അവൻ കളിക്കാന്നല്ലേ പറഞ്ഞു, അതൊരു വലിയ കാര്യമാണ്. എന്തുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നു? ആ ഫീലിംഗ്, ആ ഗട്ട് ഫീലിംഗ്, അത് എന്തുകൊണ്ട് വരുന്ന പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി, ഷഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഞാനൊരു ഗ്രാൻഡ്മയാണ്. അതും കൂടെ പറയാമായിരുന്നു. നമ്മുടെ പ്ലംബർ ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ. അമിതമായ ആർഭാടമോ വേണ്ട, മിതത്വം വേണം. ആ മിതത്വം ലൈഫിലും ഉണ്ടാകും. ഇത് കണ്ടുകൊണ്ട് കുറെ അലവലാദികൾ വന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ പറയും, അയ്യോ അവര് വൈജുമിനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് തള്ള വൈബ്, ഇതൊക്കെ പറഞ്ഞാലും ഇത് തള്ള വൈബും തന്ത വൈബാണെന്ന് നിങ്ങൾ ഇനി മുത്തച്ചി വൈബ് എന്ന് പറഞ്ഞാലും ഇത് മനുഷ്യപരമായ ഒരു തീകോണം. അത് അനുഭവിക്കണമെങ്കിൽ താഴേക്കിടയിലുള്ള കഷ്ടപ്പെടുന്ന മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കാം, അവർ ഓരോ ദിവസം അനുഭവിക്കുന്ന മെന്റൽ ടർമ എന്താണെന്ന്. അവരെന്തോരം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇവക്കൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇവരെ പോലെ മാത്രം ചിന്താഗതികളുള്ള കുറച്ച് ഓഡിയൻസ് ഉണ്ട് അവർക്ക് സത്യം എന്താണെന്നൊന്നും അറിയത്തില്ല, സത്യം തിരക്കാനും അവർക്ക് താല്പര്യമില്ല. ഇവൾ എന്ത് പറയുന്നുണ്ടോ അത് മാത്രം വിശ്വസിച്ച് മാത്രം നടക്കുന്ന കുറെ വിവരം കെട്ടവർ. കാരണം അവരിരുന്ന് ഒരു പണിയില്ലായിരുന്നു കാണുന്ന കുറെ ടീംസുകളുണ്ട്. മൊത്തം ഇരുന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളും, താത്ത ഉയര് തൈരുമായി എന്നൊക്കെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്യും. കാരണം അവർ മാത്രം കാണുമ്പോൾ തന്നെ അവർക്കൊരു നല്ല ഏണിങ്സ് ആവും ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം 5 ഡയലോഗ് അടിക്കുന്നത്. ഇറങ്ങിക്കളിക്ക് താത്ത, ഇറങ്ങിക്കളിക്ക്, കുറച്ചും കൂടെ മാറ്റിപ്പിടി. എന്നിട്ട് അവരെന്തോരം ടെൻഷനാണ് അനുഭവിക്കുന്നത്. ബസ്സുകളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്, വൾഗർ സ്റ്റേറ്റ്മെന്റുകൾ, വർത്തമാനങ്ങൾ, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രിയദർശിനി ബസ് വന്നുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ തിരക്കൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലോട്ട് പോയാലും മതി, അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യത്തിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന കൂട്ട് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. പിന്നെ ഈ TV ഷോയിൽ വന്നിട്ട് ആരായിരുന്നു കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിൽ വന്നപ്പം ചില ആൾക്കാരുടെ ഡ്രസ്സിങ് മോശമായിരുന്നു, അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് വീട്ടമ്മ എന്നൊരു നിലയ്ക്ക് എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, 2 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. അതുപോലുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം, അത്രയേ ഉള്ളൂ ഞാനീ പറയുന്നത്. പക്ഷേ ഇവരിപ്പോൾ ചെയ്തത് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യം, 3 വർഷം മുമ്പുള്ള ഒരു കൊച്ചിൻ്റെ, അതും ഓക്കെ ഇവരിപ്പോൾ പല ആൾക്കാരും കുഞ്ഞല്ല ചെറുപ്രായത്തിൽ പല തെറ്റുകളും പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഈ സ്ത്രീക്ക് ഒന്ന് ക്ഷമിച്ചു വിടണമായിരുന്നു. അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ പറയണം ഇന്ന പോലാണ് അങ്ങനെയാണ്. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് പറഞ്ഞത്? ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ചേച്ചി വന്നിട്ടിരുന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോ, സാത്താൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കാലഘട്ടത്തില് പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടണം. സാത്താൻ സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുത്താൽ മതി, സാത്താൻ സ്റ്റുഡിയോ 2.0. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, നമുക്കത് വിഷയം വെക്കാനാ. ചെക്കൻ അങ്ങ് ട്രോളി അങ്ങ് കൊല്ലി, ഏതും പോരാത്തവനാ.
പൊളിയാട്ടാ. നിൽക്കി, ഇനി നമ്മുടെ ഉണ്ണി വ്ളോഗ്സിനകത്ത് അവർ സംസാരിക്കുന്ന ഒരു കാര്യം അതും കൂടെ വെച്ച് തരാം. ഒരു കാര്യം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ താത്ത പെട്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ താത്തയുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഞാനൊരു കാര്യം പറയാം, ഇവരെ പോലുള്ളവരെയൊന്നും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാമായതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ കുറച്ച് ഫോളോസൊക്കെ അടിച്ചു കയറ്റാൻ പല നെഗറ്റീവിലൂടെ അവർ എങ്ങനെയെങ്കിലും കയറി വന്നിട്ട് യൂത്ത് പിള്ളേരുടെ എന്തെങ്കിലും മനസ്സിലാക്കി എന്തെടുക്കും, അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഓഡിയൻസിനെ ഇവർ കയ്യിലെടുക്കാൻ ശ്രമിക്കും. ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഇവർ അല്ല പേഴ്സണലി മിണ്ടിയൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതെല്ലാം റെക്കോർഡെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഭീഷണി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. നമുക്കതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാം. ഇവരുടെ കൂടെ സഹകരിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവർ വിട്ടു പോയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ക്യാരക്ടർ ശരിയല്ല, ഇവർ അതുപോലെ പണി കൊടുക്കും. നമ്മളൊക്കെ നേരെ പോയി സംസാരിക്കും. പക്ഷേ ഈ സ്ത്രീ അങ്ങനല്ല, ഉണ്ടാക്കും. അതാണ് ഇവരുടെ രീതി. ഓക്കെ, നമ്മുടെ ഉണ്ണി വ്ളോഗ്സിൻ്റെ അകത്ത് ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അവരുടെ ഇതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. സൈബർ സെല്ലിന് പരാതി അയക്കുന്ന സമയത്ത് ടൈം സ്റ്റാമ്പ് ചെയ്തിരുന്നു. ഞാൻ എന്റെ ഒരു ഗതികേട് ആലോചിക്കുകയാണ്. ത്രൂ ഔട്ട് സാർ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടൈം സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡും ടൈം സ്റ്റാമ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിൽ 41ാമത്തെ സെക്കൻഡ് മുതലാണ് ടൈം സ്റ്റാമ്പ് ചെയ്ത് സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ, അതിന് മുൻപ് തൊട്ടേ ദയയുടെ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു പിള്ളയെ അധിക്ഷേപിച്ചുകൊണ്ട് അവര് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. പക്ഷെ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ ഇവർ സംസാരിക്കുന്നത് ദയയോടാണ്. വിവസ്ത്രയായി റോഡിൽ ചെന്ന് നിൽക്ക്, ആണുങ്ങൾ കയറി പിടിക്കട്ടെ, ദേയ്ക്ക് ആണുങ്ങൾ ശരീരത്തിൽ ഞെക്കണം, ഞെവിടണം, നീ ബസ്സിൽ കയറി നിൽക്കൂ, നിന്നെ എല്ലാ ആണുങ്ങളും തടവട്ടെ, നീ കാമപ്രാന്തിയാണ് എന്നൊക്കെയാണ് ഇവര് ദേയോട് പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടോ അവളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടോ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദയ ഫാഷൻ ഇവർക്ക് പെണ്ണുങ്ങളോട് കലിപ്പ ഒന്നുമല്ല, ഇവരുടെ മോന് പെണ്ണ് കിട്ടുന്നില്ല. അത് തന്നെ ഇടയ്ക്ക് ജാസ്മിൻ ജാഫറിനെ ആലോചിക്കാനിരുന്ന ടീമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒരുത്തിയുണ്ട്, ഒരു എന്താ അവിടെ പേര് ഞാൻ പറയുന്നില്ല, ഈ ഇടയ്ക്ക് സജന നൂറ വിഷയത്തിൽ സജനയുടെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിനെ ആലോചിക്കാൻ പോയതാണ്. അങ്ങനെ പല കേസ് കെട്ടുകൾ. ആദ്യം നിങ്ങൾ അവനൊരു പെണ്ണൊന്ന് കെട്ടിച്ച് കാണിക്കും. ആദ്യം എനിക്ക് താത്തയോട് പറയേണ്ടത്, നിങ്ങളുടെ മോനൊരു പെണ്ണ് കെട്ടിച്ച് നല്ലൊരു ആലോചന വെച്ച് നിങ്ങളൊന്ന് കെട്ടിച്ച് കാണിക്കും. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ചലഞ്ചാണ്, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യും. സ്വന്തം മോന് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അല്ലാതെ ഇരുന്നിട്ട് ആണുങ്ങളുടെ ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ആണുങ്ങളെ വെച്ചുണ്ടാക്കി സംസാരമൊക്കെ. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, നിങ്ങളെ മോനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓരോരുത്തരെ പറയുമ്പോഴേ കുറച്ച് പറയണം. ഞങ്ങളൊക്കെ പറയും, ഇച്ചിരി ലിമിറ്റിട്ട് പറയണം. ഇച്ചിരി ഡോസ് കൂട്ടി പറയുമ്പോഴേ വീട്ടിലിരിക്കുന്ന ആൾക്കാരും കൂടെ കേൾക്കേണ്ട അവസ്ഥ. ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചു എന്നാണ്. ഐ എം സോറി ഇഫ് ഐ എം റോങ്, പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പൊ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായും അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായും ഒക്കെ പുതിയ സ്റ്റൈൽസ്, പുതിയ ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ പരീക്ഷിക്കുക, പുതിയ ഫാഷൻ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷന്റെയും കൂടെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അവരവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അവർ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പൊതുസ്ഥലത്ത് അവർ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. അങ്ങനെ ലൈംഗിക അതിക്രമം നേരിട്ട ഒരു പെൺകുട്ടി, ഇപ്പൊ ആ പെൺകുട്ടി ജീവനോടെ ഇല്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നിയമപരമായി തെറ്റാണ്. അപ്പൊ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ ഇപ്പോഴൊരു കാര്യം ഞാൻ ഓർത്തത്, താത്ത നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടോ? ഇപ്പം 1-2 ദിവസം മുമ്പ് ആരാണ്ടൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു വീഡിയോ ഇട്ടോ, ഓക്കെ, ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇനി ഇടാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റപ്പെടുത്താനല്ല, നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു ഈച്ച പോലും നിങ്ങളുടെ കൂടെ കാണത്തില്ല, നിങ്ങളുടെ കൂടെ ഒരു മനുഷ്യരും കാണത്തില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ, നിങ്ങൾ അതുപോലത്തെ വിഷമാണ് ഈ സ്ത്രീ, അതുപോലത്തെ വിഷം. ഈ സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോഴും പറയാം, എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് അങ്ങനെ കുറേ ഓഡിയൻസിനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവർ. കാരണം ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന്. അത് കണ്ടിട്ട് സത്യം അറിഞ്ഞിട്ടും ചില എണ്ണം ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാരുണ്ട്.
എനിക്ക് എന്ത് ജന്മങ്ങളാണെന്ന് ആലോചിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന നമുക്കും കൂടെ നാണക്കേടുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും, അൺഫോർച്ചുനേറ്റ്ലി. ആ അവന്മാർ വേണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുവാണെങ്കിൽ അവന്മാർ നിങ്ങൾക്കുള്ള ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ടീമുകളാണ്. അവർക്ക് മണി 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 ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എത്ര കേസ് കെട്ടുകൾ അവരുണ്ടല്ലോ, നീതി കിട്ടേണ്ട കാര്യത്തിൽ അവർ വളച്ചൊടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കുറേ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പക്ഷേ സത്യത്തിൻ്റെ നീതിയുടെയും കൂടെ നടക്കുന്ന ഞങ്ങളുടെ ബീവി എന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം മെഴുകാനിരിപ്പുണ്ട്, കുറേ നാറികൾ. പിന്നെ അവർക്കൊരു ഗ്രൂപ്പും ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ട് കുറേ കമൻസ് ഇടാൻ പറയും. അതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടികളും കാര്യങ്ങളുമൊക്കെ. എത്രയോ പേര് അവരുടെ ശത്രുക്കളെല്ലാം അവരുടെ ചാനലടിച്ചളയാൻ കൂട്ടി നിന്നവരാണെന്നുള്ളൊരു രീതിയിലെ ഡയലോഗും ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു. ഓക്കെ ഗായ്സ്, ഇനിയും കിടപ്പുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആരായാലും ഇതുപോലെ പ്രതികരിച്ച് പോവും, കാരണം അതുപോലത്തെ കാര്യങ്ങൾ അവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ നിറയെ കാണിക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ വലിച്ചിരിക്കും. അത്രയും ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.